ഹായ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ടൈപ്പുള്ള ഉണ്ണിയപ്പമാണ്. അപ്പോൾ നിങ്ങളാരും ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു ഡിഫറെൻറ്റ് ടൈപ്പിലാണ് നമ്മളിത് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. നല്ല ജ്യൂസി ആയിട്ടും അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഉണ്ണിയപ്പമാണ്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. ഇപ്പം ഞാനൊരു 3 ക്യൂബ് ശർക്കര പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മെൽറ്റാക്കിയിട്ട് ഇരിക്കുകയാണ്. ഈ മെൽറ്റാക്കിയിട്ടുള്ള ഈ ഒരു ശർക്കര അരിച്ചിട്ട് നമുക്ക് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് പൊതിർത്തിയെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു 3 ഏലക്കായ കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ്. പിന്നെ നമ്മൾ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ശർക്കരയിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം ശർക്കര അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന ശർക്കര നമുക്കൊന്ന് മാറ്റി വെക്കാം. അത് നമുക്കൊരു ആവശ്യമുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നന്നായി ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിലേക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർക്കുന്നത്. നന്നായിട്ട് പഴുത്തിട്ടുള്ള വരിക്കച്ചക്കയാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 ചക്ക ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കട്ടെ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. തീരും വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ 2 ചക്കയുടെ ചുള ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതിലേക്ക് പഴഞ്ചക്ക ചേർക്കരുത്. ഈ ഒരു വരിക്കച്ചക്ക തന്നെ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിപ്പോൾ ഞാൻ ഒരു അരക്കപ്പ് തേങ്ങാക്കൊത്ത് നെയ്യിലിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിലേക്കൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ടൈമിന് മസ്റ്റായിട്ടും തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ ഫ്രൈ ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ടൈമിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ ഒരു ഉണ്ണിയപ്പം നമ്മൾ തികച്ചും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ചക്ക വെച്ചിട്ടുള്ള ഉണ്ണിയപ്പം ആയതുകൊണ്ടിട്ട് തന്നെ സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കുന്ന ടൈമിൽ. ഇനിയിപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ബാറ്ററി ഈ ഒരു തിക്കായിട്ട് നമ്മുടെ ബാറ്ററി ഇരിക്കണം കേട്ടോ. ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് കോരിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഭാഗത്തോളം അല്ലെങ്കിൽ ഫുള്ളായിട്ടും ഒഴിച്ചെടുക്കുക, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് എണ്ണ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ എണ്ണ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുറച്ച് ടൈം ആയപ്പോൾ തന്നെ ഞാനിതൊന്ന് തുറന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സംഭവം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കൽ മാറ്റി വെച്ചിട്ടുള്ള ആ ശർക്കരയിൽ നിന്ന് ഒരു 1/2 ടീസ്പൂണോളം ശർക്കര നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഈ ഉണ്ണിയപ്പത്തിൻ്റെ മേലേക്ക്. അപ്പോൾ എല്ലാ ഉണ്ണിയപ്പത്തിൻ്റെ മേലേക്കും നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. പിന്നെ മൂടി വെച്ചതിന് ശേഷം കുറച്ച് ടൈമിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല ജ്യൂസി ആയിട്ടും അതുപോലെ തന്നെ കാണാൻ പോലും നല്ല ഭംഗിയിലാണ് നമ്മുടെ ഉണ്ണിയപ്പം ഇരിക്കുന്നത്. മൊത്തത്തിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഞാനിതൊന്ന് മൂടി വെക്കുകയാണ്. അപ്പോൾ ഇതാ കുറച്ച് ടൈമിന് ശേഷം നമ്മുടെ ഉണ്ണിയപ്പം ഒന്ന് റെഡി ആയിട്ടുണ്ട്. എന്നിപ്പോൾ ഇതൊക്കെ ഞാൻ ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുമാത്രം ജ്യൂസിയാണ് നമ്മുടെ ഒരു ഉണ്ണിയപ്പം വന്ന്. അപ്പോൾ അതാ ഞാൻ അല്ലാതെ ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി കൂടി ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഇതാ എല്ലാ ഉണ്ണിയപ്പവും ഞാനിതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഒരു ഉണ്ണിയപ്പം ഇരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ജ്യൂസി ആയിട്ടുമാണ്. നമ്മളൊരു ഉണ്ണിയപ്പത്തിൻ്റെ ഉൾഭാഗമൊക്കെ അടിപൊളിയായിട്ട് വേവായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഉണ്ണിയപ്പത്തിലേക്ക് നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു പകുതി വേവാവുന്ന ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിലേക്കും ശർക്കര പിടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ചക്കയുടെ ആ ഒരു ചെറിയ പീസസും നമുക്ക് ഇതിലേക്ക് കടിക്കുന്ന സമയത്ത് സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ആ തേങ്ങാക്കൊത്തും. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ആദ്യമായിട്ടാവും നിങ്ങൾ ഇങ്ങനെ ഒരു ഉണ്ണിയപ്പം കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ബൈ.